ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള AWS സീരീസ് അതിൽ 35ാമത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AWS അല്ലെങ്കിൽ അതുപോലെ ഒരു IT ഫീൽഡിൽ നമുക്ക് ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എസൻഷ്യലായിട്ട്, അതായത് എന്തൊക്കെ പ്രീറെക്വസ്റ്റീസ് ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഒരു സ്കിൽ സെറ്റാണ് വെർഷൻ കൺട്രോളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള അറിവ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ജിറ്റ് ആൻഡ് ജിറ്റ് ഹബിനെ കുറിച്ചുള്ള ഒരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പലർക്കും ജിറ്റ് ആൻഡ് ജിറ്റ് ഹബിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പലരും അതിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ബിഗിനേഴ്സിന് പുതിയതായിട്ടൊരു ജോലിയൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇങ്ങനെ IT ഫീൽഡിൽ പുതിയൊരു ജോബ് സെർച്ച് ചെയ്യുന്നവർക്കെല്ലാം ഇതുവരെയും ജിറ്റ് ഹബിനെ കുറിച്ച് ഒരു നോളജ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സെഷൻ ആയിരിക്കും. തിയറി പാർട്ട് വളരെ കുറച്ചിട്ട് നമുക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ കഴിയുന്നതും കൂടുതൽ പ്രാക്ടിക്കൽസ് കാണിച്ചു തന്നായിരിക്കും, നിങ്ങൾക്ക് ലാബ് സെഷൻസ് ചെയ്ത് കാണിച്ചു തന്നുകൊണ്ടായിരിക്കും നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെഷൻ, അതായത് ജിറ്റ് ആൻഡ് ജിറ്റ് ഹബിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നമുക്ക് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ്? ഇപ്പോൾ എന്താണ് ഈ ജിറ്റും ജിറ്റ് ഹബ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ നമ്മളിത് ഒരുമിച്ചാണ് എപ്പോഴും പറയാറുള്ളത്, ജിറ്റും ജിറ്റ് ഹബും. പക്ഷേ ഇത് ഒരുമിച്ച് പറയാറുണ്ടെങ്കിലും രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്സ് ആണ്. അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും രണ്ടും ഒരു കാര്യമാണ് എന്നുള്ളവർ. അതായത് നമുക്കിതിൽ വർക്ക് ചെയ്ത് പരിചയമില്ലാത്തവർ എപ്പോഴും ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒരേ ഒരു തിങ് ആണെന്നായിരിക്കും എപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് വെർഷൻ കൺട്രോൾ ടൂളാണ്. അപ്പോൾ എന്താണ്, നമുക്കത് ഇനി പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു സെപ്പറേറ്റ് ടൂളാണ് ജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി അത് ക്രിയേറ്റ് ചെയ്തത് ലിനക്സ് ടോർവാൾഡ്സ് തന്നെയാണ് 2005. അപ്പോൾ അത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സംഭവം അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജിറ്റ് എന്ന് പറഞ്ഞിട്ട്. അന്നത്തെ ലിനക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന രീതിയിൽ ഒരു ടൂൾ എക്സ്ട്രാ ഡെവലപ്പ് ചെയ്തതാണ് ജിറ്റ് എന്ന് പറഞ്ഞിട്ട്, ലിനക്സ് ടോർവാൾഡ്സ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ജിറ്റ് എന്ന് പറഞ്ഞൊരു വെർഷൻ കൺട്രോൾ ടൂളാണ്. അത് ഓപ്പൺ സോഴ്സാണ്. 2005 അത് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ നേരെ മറിച്ച് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി വേറെ ഒരു സംഭവമാണ്. ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു വേറൊരു കമ്പനിയാണ്. അത് 2008 അത് ഉണ്ടായത്, ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു കമ്പനി. അത് ജിറ്റ് എന്ന് പറഞ്ഞ ടൂളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ എന്നോ നമുക്കൊരു സർവീസ് എന്നോ പറയാം ജിറ്റ് ഹബിന്. അത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സ്ലൈഡ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത് ഫൗണ്ട് ചെയ്ത് 2008. നമുക്ക് ജിറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിറ്റ് ഹബിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ജിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. അത് ജിറ്റ് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒരിക്കലും ജിറ്റ് ഹബിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ നേരെ മറിച്ച് ജിറ്റ് ഹബ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജിറ്റ് എന്ന് പറഞ്ഞൊരു ടൂള് എസെൻഷ്യലാണ്. ജിറ്റ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ജിറ്റ് ഹബ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ജിറ്റ് ഹബ് എന്ന് നമുക്ക് എപ്പോഴും നമ്മൾ ജിറ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളിൻ്റെ കൂടെ പറയുന്ന വാക്കാണ് ജിറ്റ് ഹബ് എന്ന്. അപ്പോൾ ജിറ്റ് ഹബ് പോലെ തന്നെ മറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, മറ്റ് സർവീസസ്. അതാണ് ജിറ്റ് ലാബ്, ബിറ്റ് ബക്കറ്റ്, അതുപോലെ കോഡ് ബക്കറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സർവീസസ് ഇപ്പോൾ അവൈലബിൾ ആണ് ജിറ്റ് ഹബ് പോലെ തന്നെ. നമ്മൾ ജിറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സർവീസസിനെ എല്ലാം, അതായത് ജിറ്റ് ഹബോ അല്ലെങ്കിൽ ജിറ്റ് ലാബോ ബിറ്റ് ബക്കറ്റോ, ഇതിനെല്ലാം നമ്മൾ റിമോട്ട്സ് എന്നാണ് പേര് പറഞ്ഞാണ് കോമൺ ആയിട്ട് വിളിക്കുന്നത്. അതാണ് ഓൾ ഓഫ് ദീസ് ആർ റിഫേർഡ് ടു ഇൻ ജിറ്റ് സ്പീക്ക് ആസ് റിമോട്ട്സ് ആൻഡ് ഓൾ ആർ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. അതായത് ഈ പറഞ്ഞ ഒരു സർവീസിൻ്റെയും ജിറ്റ് ഹബിൻ്റെയോ ജിറ്റ് ലാബിൻ്റെയോ ബിറ്റ് ബക്കറ്റിൻ്റെയോ ആവശ്യമില്ല നമുക്ക് ജിറ്റ് എന്ന് പറഞ്ഞൊരു ടൂൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെയെല്ലാം തന്നെ റിമോട്ട്സ് എന്നാണ് കോമൺ ആയിട്ടൊരു പേര് പറഞ്ഞ് ജിറ്റിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ജിറ്റിനെയും ജിറ്റ് ഹബിനെയും കുറിച്ചുള്ള. അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റുക. ജിറ്റും ജിറ്റ് ഹബ് രണ്ടും എൻ്റയർലി ഡിഫറെൻറ്റ് തിങ് ആണ്. ജിറ്റ് യൂസ് ചെയ്യുന്നതിന് ഒരിക്കലും ജിറ്റ് ഹബിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ജിറ്റ് ഹബ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജിറ്റ് ഹബോ അല്ല ജിറ്റ് ലാബോ ബിറ്റ് ബക്കറ്റോ അങ്ങനെ ഉള്ള ഏതൊരു സർവീസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജിറ്റ് എന്ന് പറഞ്ഞ ടൂളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ട്രഡീഷണലി ഈ ജിറ്റ് ഹബോ ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ഉള്ള ഒരു സിനാരിയോ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം ആദ്യം. അതായത് നമുക്കിപ്പോൾ ജിറ്റൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് സിനാരിയോ നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു പ്രോജക്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റാണ്.
ഇപ്പോൾ ഡെവലപ്പർ 1 ഡേവ് 1 എന്ന് പറഞ്ഞ ഡെവലപ്പർ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും പുതുതായിട്ട് ഇങ്ങനെ അതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇങ്ങനെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആകുമ്പോൾ ഡെയിലി നമ്മളതിൽ കോഡിങ്ങിന് പുതുതായിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്ത് വരും. ഫസ്റ്റ് ഡേ കുറേ ചെയ്തു, ഡേവ് 1 ഫസ്റ്റ് ഡെവലപ്പർ ഇങ്ങനെ അതിൽ അപ്ഡേറ്റ്സ് പുഷ് ചെയ്തു. സെക്കൻഡ് ഡേ പുതുതായിട്ട് വീണ്ടും ഇങ്ങനെ കുറേ അപ്ഡേറ്റ്സ് കൊടുത്തു. ഫോർത്ത് ഡേ വീണ്ടും അഡീഷണൽ ഫീച്ചേഴ്സ് ഇങ്ങനെ ചെയ്ത് വരികയാണ്. അപ്പോൾ 2, 3, 4 ദിവസമായി. 5ാമത്തെ ദിവസവും പുതിയ അപ്ഡേറ്റ്സ് കൊടുത്തു. പക്ഷേ പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു. നമുക്ക് 5ാമത്തെ ദിവസം കുറേ കാര്യങ്ങൾ ചെയ്തതിൽ കുറേ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നേരം ചെയ്തുകൊണ്ട് വന്ന ആ ഒരു റൺ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് പെട്ടെന്ന് ക്രാഷ് ആയിപ്പോയി. അതായത് ഡെവലപ്പർ 1 ഈ 4 ദിവസം ചെയ്ത കോഡ് ഓക്കെ ആയിരുന്നു, നല്ല രീതിയിൽ പ്രോജക്റ്റ് എക്സ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഓരോ പുതിയ ഫങ്ഷണാലിറ്റീസ് ചെയ്ത് വന്നപ്പോൾ. 5ാമത്തെ ദിവസം പെട്ടെന്ന് കുറച്ച് കോഡ്സ് ചെയ്തു, അതിൽ എന്തൊക്കെ കുറേ ബഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രോജക്റ്റ് അങ്ങ് ക്രാഷ് ആയിപ്പോയി. അപ്പോൾ അത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ആകപ്പാടെ അങ്ങ് അവതാളത്തിലായിപ്പോയി. അതായത് പ്രോജക്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് പിന്നെ റൺ ചെയ്യാത്തൊരു സിറ്റുവേഷനായി. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഡെവലപ്പർ 1 ഡേവ് 1 വിചാരിക്കുകയാണ്, എനിക്ക് തൊട്ട് ബാക്കിലത്തെ ദിവസത്തിൽ, അതായത് ഡേ 4 അല്ലെങ്കിൽ ഡേ 3 ഞാൻ എന്താണ് ചെയ്ത് നിർത്തിയത്, എനിക്ക് പെട്ടെന്ന് അതിലോട്ടൊന്ന് ബാക്കിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. കാരണം ഡേ 4 കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഡേ 3 ഡേ 2 ഡേ 1 മുതലാണ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ഡേ 4 വരെയും കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഡേ 4 എത്രത്തോളമാണോ ചെയ്ത് നിർത്തിയിരുന്നത്, ആ ഒരു ഡേറ്റിനുള്ള ആ ഒരു പോയിൻ്റ് ഇൻ ടൈമിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഡേവ് 1 വിചാരിക്കുകയാണ്, അങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡേ 4 എത്രത്തോളം ചെയ്ത് നിർത്തിയിരുന്നോ അതുവരെ പ്രോജക്റ്റ് എക്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ആ ഒരു അപ്ഡേറ്റ് വരെ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഉള്ള എന്തെങ്കിലും പ്രശ്നം, അതായത് ഡേ 5 വന്ന പ്രശ്നങ്ങൾ പിന്നീട് ആ പ്രശ്നങ്ങൾ മാറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് ജിറ്റൊന്നും യൂസ് ചെയ്യാത്തൊരു കേസാണ് ഈ പറയുന്നത്. അപ്പം ഈ കോഡുകളൊന്നും തന്നെ പഴയ കോഡ്സ് എല്ലാം ഇങ്ങനെ മോഡിഫൈ ചെയ്താണ് ഓരോ ദിവസവും പുതുതായിട്ട് ഇങ്ങനെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്നൊരു ഡേറ്റ് ബാക്കിലോട്ട് ഒരു പെട്ടെന്നൊരു ഫോട്ടോ എടുത്ത് വെക്കുന്ന രീതിയിൽ പെട്ടെന്ന് ആ ഒരു പഴയ ഒരു സ്നാപ്ഷോട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അത് അത്രയ്ക്ക് ടീഡിയസ് ആയിട്ടുള്ളൊരു ജോബാണ്. ഓരോ ദിവസവും ചെയ്ത കോഡ് പ്രത്യേകം അതിൻ്റെ കോപ്പി എടുത്ത് നമ്മൾ മാറ്റി സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊരു വലിയൊരു പ്രൊജക്റ്റ് ആകുമ്പോൾ അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമില്ല. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ജിറ്റൊന്നും ഉപയോഗിക്കാത്തൊരു സിനാരിയോയിൽ ഇങ്ങനൊരു കേസ് പോസിബിൾ അല്ല. ഇനി നമുക്ക് മറ്റൊരു സിനാരിയോ കൺസിഡർ ചെയ്യാം ഈ ജിറ്റൊന്നും യൂസ് ചെയ്യാത്തൊരു കേസിൽ. ഇപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രോജക്റ്റ് എക്സ് തന്നെയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡെവലപ്പർ 1 മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡെവ് 1 മറ്റ് കുറച്ച് 2 ടീം മെമ്പേഴ്സിനെയും കൂടെ 2 പേരെ കൂടെ ഈ ഒരു പ്രോജക്റ്റ് എക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഡേവ് 2നെയും ഡേവ് 3യെയും കൂടെ ഡേവ് 1 കൊളാബറേറ്റ് ചെയ്യിച്ചു നമ്മുടെ പ്രോജക്റ്റ് എക്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൽ തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 2 പേരെ കൂടെ എക്സ്ട്രാ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു കേസ് സിറ്റുവേഷനിൽ അപ്പോൾ എല്ലാവർക്കും ആ ഒരു സോഴ്സ് കോഡിൽ ആക്സസ് കിട്ടണം, എന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവുള്ളൂ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമുക്കിപ്പം ജിറ്റൊന്നും സിനാരിയോ ഇല്ലാത്തൊരു കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ട്രഡീഷണലി ചെയ്യുന്നത് ആ ഒരു സോഴ്സ് കോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും, എല്ലാവർക്കും ഒരു ഷെയർഡ് ഫോൾഡർ ഉണ്ടാക്കി അതിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷെയർഡ് ഫോൾഡർ എന്ന് നമ്മൾ ഈ ഒരു പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കാരണം ഇതാണ് പിന്നീട് നമുക്ക് പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് അഡ്വാൻസ്ഡ് ലെവലിൽ പിന്നീട് വേറൊരു ടൈമിലോട്ടൊക്കെ വരും ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് ഷെയർഡ് ഫോൾഡറാണ് ട്രഡീഷണലി നമ്മളങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഫയൽസ് കിടക്കുന്ന ആ ഒരു ഫോൾഡർ ഷെയർഡാക്കി കൊടുത്തിട്ട് ഡേവ് 1 ഷെയർഡാക്കി കൊടുത്തു ഡേവ് 2നും ഡേവ് 3നും വേണ്ടി. അപ്പോൾ എല്ലാവരും കൂടെ ഈ ഒരു ഷെയർഡ് ഫോൾഡറിലുള്ള കോഡിൽ ഒരുമിച്ച് കയറിയിരുന്ന് എല്ലാവരും കൂടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ വേറൊരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ ഏത് ഡെവലപ്പറാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ സോഴ്സ് കോഡ്, ആ ഒരു കോഡിൽ ഏത് ഭാഗത്ത് ആരാണ് എന്ത് ചേഞ്ചാണ് വരുത്തിയതെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ളതായി അടുത്തൊരു പ്രശ്നം. കാരണം ഈ 3 പേരും ഒറ്റ സോഴ്സ് കോഡിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ നമ്പർ ഓഫ് ലൈൻസ് അല്ല അതിൽ വരുന്നത്. അപ്പം തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് കോഡ്സ് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ 3 പേരും അതിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഓരോരുത്തരും ഏത് ലൈൻസ് എവിടേക്കാണ് എന്തൊക്കെയാണ് അപ്ഡേഷൻസ് വരുത്തിയെന്നും അല്ലെങ്കിൽ ആരാണ് എന്ത് ചേഞ്ചാണ് വരുത്തിയെന്നും ആദ്യത്തെ 1, 2, 3 ദിവസമൊക്കെ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നീട് ഒരുപാട് ചെയ്ത് വരുമ്പോൾ അതൊന്നും ഒരു ട്രാക്ക് ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലാതെ വരും. മാനുവലി ട്രാക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഷെയർഡ് ഫോൾഡറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് 3 പേരും ഒരേ പ്രോജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്.
ഞാനിപ്പോൾ ഇതൊരു ബിഗിനർ ലെവലിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഈസി ഇഫ് ദ പ്രോജക്റ്റ് ഈസ് സ്മോൾ ആൻഡ് ദർ ഈസ് ഓൺലി 2 or 3 കൊളാബറേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ ചെറിയൊരു പ്രോജക്റ്റും 2-3 കൊളാബറേറ്റേഴ്സും, അതായത് 2-3 ഡെവലപ്പേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എളുപ്പമായിരിക്കും കുറച്ച് നാളത്തേക്കെങ്കിലും ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു വലിയൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 100 കണക്കിന് കൊളാബറേറ്റേഴ്സൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ആരാണ് എന്ത് ചേഞ്ചാണ് എവിടെയാണ് വരുത്തിയെന്ന്, ഏത് കോഡിൻ്റെ ഏത് പാർട്ടിൽ എന്ത് ചേഞ്ചാണ് വരുത്തിയെന്നൊക്കെ പിന്നീട് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സിനാരിയോ, ജിറ്റ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു കേസിൽ. അപ്പോൾ നമുക്ക് ഇനി ജിറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റിയൽ ലൈഫ് പ്രോജക്ട്സിൽ ജനറലി നമ്മൾ ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ഒരാളിരുന്നായിരിക്കില്ല സാധാരണ നമ്മൾ റിയൽ ലൈഫ് പ്രോജക്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് പാരലായിട്ട് ആ ഒരു പ്രോജക്റ്റിൻ്റെ സോഴ്സ് കോഡിൻ്റെ പല ഭാഗങ്ങളും ഓരോരുത്തരെടുത്തിട്ട് പാരലായിട്ടായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേ നീഡ് എ വെർഷൻ കൺട്രോൾ സിസ്റ്റം ലൈക്ക് ജിറ്റ്. അപ്പോൾ ജിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. വെർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ പോയിൻ്റ് ഇൻ ടൈം വെച്ചിട്ട് നമുക്ക് വെർഷൻസ് മുന്നോട്ടോ നമുക്ക് പുറകോട്ടോ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നീട് പഠിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും കുറച്ച് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് മെയിനായിട്ട് കോഡ് കോൺഫ്ലിക്ട്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ 2 പേര് ഒരു കോഡിൻ്റെ ഒരേ ഭാഗം എടുത്ത് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇന്ന ഒരാൾ ഏത് പാർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ എന്ത് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ചെയ്തത് ആ ഒരു കോഡിൽ, ആരാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ജിറ്റ് എന്ന് പറഞ്ഞൊരു വെർഷൻ കൺട്രോളിംഗ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ ഈ പ്രൊജക്ട്സ് എപ്പോഴും സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് നമുക്ക് അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള നീഡ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതിൽ. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സിനാരിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിപ്പം ഈ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് അതിൽ അപ്ഡേഷൻ വരുത്തിയപ്പോൾ പ്രോജക്റ്റ് ക്രാഷ് ആയിപ്പോയി, എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഒക്കെ വന്നത് കാരണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തൊട്ട് പഴയ ഒരു വെർഷനിലേക്ക് ടു ഗോ ബാക്ക് ടു ആൻ ഓൾഡർ വെർഷൻ ഓഫ് ദ കോഡ് നമുക്ക് പോസിബിളാണ്. ജിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീച്ചർ നമുക്ക് പോസിബിളാണ്. അതൊരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം എന്തെങ്കിലും നമ്മൾ ഒരുപാട് ചെയ്ത് വന്നു, അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം ഇന്ന് ചെയ്തത് കാരണം കംപ്ലീറ്റ് പ്രോജക്റ്റിങ് ക്രാഷായി. അപ്പോൾ നമുക്ക് അവർക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല എന്ത് ബഗ്ഗാണ് അവിടെ സംഭവിച്ചതെന്നും അതെങ്ങനെ പെട്ടെന്ന് അത് ഡീബഗ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നുള്ളത് ആ ഒരു പ്രോജക്റ്റ് പെട്ടെന്ന് അപ്പാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ തൊട്ട് ബാക്കിലത്തെ വെർഷനിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം എവിടം വരെ ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ വെർഷനിലോട്ട് നമുക്ക് പെട്ടെന്ന് റോൾ ബാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ജിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറെൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നമുക്ക് ഒരു ടാസ്ക് അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്രാഞ്ച് നമുക്ക് ഒരു ഡെവലപ്പറിനെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ 3 പേർക്ക് 3 ബ്രാഞ്ചിങ് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർ ഓരോ ബ്രാഞ്ചിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരില്ല. അപ്പോൾ ഓരോരുത്തർ എന്താണ് ചെയ്യുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. അവസാനം നമുക്ക് ബ്രാഞ്ചസ് നമുക്ക് മെർജ് ചെയ്യുകയും ചെയ്യാം. ആ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇനി മനസ്സിലാവും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ജിറ്റിൻ്റെ യൂസ്. അപ്പോൾ നമുക്കിനി ജിറ്റ് റെപ്പോസിറ്ററീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജിറ്റ് നോക്കി, ഇനി അടുത്തത് ജിറ്റ് റെപ്പോസിറ്ററി. അപ്പോൾ ജിറ്റ് റെപ്പോസിറ്ററിയാണ് നമ്മൾ ജിറ്റ് ഹബ്ബ്, വൺ ഓഫ് ദി ജിറ്റ് റെപ്പോസിറ്ററിയാണ് നമ്മൾ ജിറ്റ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു വാണ്ട് സ്റ്റാർട്ട് യൂസിങ് ജിറ്റ്, അപ്പോൾ നമ്മൾ ജിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ജിറ്റ് റെപ്പോസിറ്ററിയുടെ ആവശ്യം വരും. അപ്പോൾ ഈ റെപ്പോസിറ്ററി നമ്മൾ ഷോർട്ടായിട്ട് റെപ്പോ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, ജിറ്റ് റെപ്പോ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ജിറ്റ് റെപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ്. നമുക്ക് ബാക്കിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഒരു ഷെയർഡ് ഫോൾഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയർഡ് ഫോൾഡറാണ് പിന്നീട് ഡെവലപ്പായി നമ്മൾ ജിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെയാണ് നമ്മൾ പിന്നീട് ഒരു റെപ്പോസിറ്ററി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ എന്താണ് ഈ ഷെയർഡ് ഫോൾഡറിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പ്രോജക്റ്റിൻ്റെ സോഴ്സ് കോഡാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൾഡർ ഷെയർ ചെയ്ത് ബാക്കി ഡെവലപ്പേഴ്സിനെല്ലാം കൊടുത്തു. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ജിറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈസ് എ പ്രോജക്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ ഫയൽസ്. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോജക്റ്റിൻ്റെ സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൻ്റെ സോഴ്സ് കോഡും ബാക്കി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസും എല്ലാം ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നത്. അതൊരു ഫോൾഡറായിട്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ. ഇൻ അവർ കേസ് റെപ്പോസിറ്ററി വിൽ കണ്ടെയ്ൻ കോഡ് ബേസ്ഡ് ഫയൽസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഈ സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൻ്റെ സോഴ്സ് കോഡാണ് നമ്മൾ ഈ ഒരു റെപ്പോ അല്ലെങ്കിൽ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വഴിയിൽ നമുക്ക് റെപ്പോസിറ്ററീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാം ക്ലൗഡിൽ, അല്ലെങ്കിൽ സെക്കൻഡ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ തന്നെ ഓഫ്ലൈനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റെപ്പോസിറ്ററീസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ജിറ്റ് ഹബും അതുപോലത്തെ ജിറ്റ് ലാബും ബിറ്റ് ബക്കറ്റും എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അതൊരു സർവീസാണ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമെയിലിനെ പോലെ ഒരു സർവീസാണ്. അതായത് ഒരു ഓൺലൈനിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സർവീസാണ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ജിറ്റ് ഹബ് നമ്മുടെ സിസ്റ്റത്തിലുള്ള ലോക്കലി നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഫോൾഡറിന് സിമിലർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ സോഴ്സ് കോഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലൗഡിൽ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ ജിറ്റ് ഹബോ ജിറ്റ് ലാബോ ബിറ്റ് ബക്കറ്റോ ഇതിലേതെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഡെവലപ്പേഴ്സിനെല്ലാം പിന്നീട് അവിടുന്ന് എടുത്ത് ആ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ ഡെവലപ്മെൻറ്റ്സ് ആവശ്യമുള്ള രീതിയിൽ വരുത്തിയിട്ട് തിരിച്ച് അതിലോട്ട് തന്നെ കൊണ്ടിടാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ സ്പെസിഫിക് ടേംസ് ഉണ്ട്, പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ഇനി പഠിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിറ്റ് റെപ്പോസിറ്ററീസിൻ്റെ. അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ട്രഡീഷണൽ വർഷങ്ങൾക്ക് മുമ്പ് ജിറ്റൊക്കെ വരുന്നതിന് മുമ്പ് ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ലോക്കൽ മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഴ്സ് കോഡ് ഉള്ള ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ആക്സസ് കിട്ടി, അവർക്കും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ജിറ്റൊക്കെ വന്നപ്പോൾ നമ്മൾ ജിറ്റ് റെപ്പോസിറ്ററീസ് ആയിട്ട് മാറിയത്. അപ്പോൾ ജിറ്റ് റെപ്പോസിറ്ററീസ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യാം, അതിനാണ് നമ്മൾ ഇങ്ങനത്തെ സർവീസസ് യൂസ് ചെയ്യുന്നത്. ജിറ്റ് ഹബോ ജിറ്റ് ലാബോ ബിറ്റ് ബക്കറ്റോ എന്നൊക്കെ പറയുന്നത്. ജിറ്റ് ഹബ് ഓൺഡ് ബൈ മൈക്രോസോഫ്റ്റിൻ്റെയാണ് ജിറ്റ് ഹബ് എന്ന് പറയുന്നത്. ജിറ്റ് ലാബ് എന്ന് പറയുന്നത് ജിറ്റ് ലാബ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ലോക്കലി നമ്മുടെ മെഷീനിൽ തന്നെ ജിറ്റ് റെപ്പോസിറ്ററി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ജിറ്റും ജിറ്റ് റെപ്പോസിറ്ററീസും തമ്മിലുള്ള വ്യത്യാസവും ആ ഒരു കോൺസെപ്റ്റും. ജിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. നമുക്ക് വിൻഡോസിലായിരുന്നാലും ലിനക്സിലായിരുന്നാലും മാക്കിലായിരുന്നാലും നമുക്ക് ആ ഒരു ടൂള് മറ്റേതൊരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ജിറ്റ് എന്ന് പറഞ്ഞ ടൂൾ അവൈലബിൾ ആവുകയുള്ളൂ. ജിറ്റിൽ വെർഷൻ കൺട്രോളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ രണ്ടാമത്തെ കോൺസെപ്റ്റ് ജിറ്റ് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സോഴ്സ് കോഡ് ഇട്ട് വയ്ക്കുന്നതിനുള്ള ഒരു സ്ഥലം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, അത് ഓൺലൈനിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ റെപ്പോസിറ്ററീസ് ആയ ജിറ്റ് ഹബോ ജിറ്റ് ലാബോ ബിറ്റ് ബക്കറ്റോ അങ്ങനെ കുറേ ഉണ്ട്. അത് ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഫ്രീയും പെയ്ഡും എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ജിറ്റ് ഹബ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 90% ഓഫ് പ്രോജക്ട്സും നമ്മൾ ജിറ്റ് ഹബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷൻ മുതൽ ജിറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നമുക്ക് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു സർവീസിൽ കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാം. അതിൻ്റെ ഇപ്പം അതിലൊരുപാട് ഓപ്പൺ സോഴ്സ് റെപ്പോസിറ്ററീസ് ഉണ്ട്. നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഓപ്പൺ സോഴ്സ് റെപ്പോസിറ്ററീസ് ഏതെങ്കിലുമൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് അതിൽ കോഡ് കിടക്കുന്നതെന്നും ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നെക്സ്റ്റ് സെഷൻ മുതൽ നമുക്കിത് പ്രാക്ടിക്കൽ ലാബ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഒട്ടും തന്നെ ഒരുപാട് തിയറീസ് പറഞ്ഞ് ടൈം കളയാതെ ആയിരിക്കും ഇനി അടുത്തുള്ള സെഷൻസ് തുടങ്ങുക. പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പലരും വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും, പെട്ടെന്ന് ഇതൊന്ന് പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.